നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു കറുത്ത പക്ഷിയെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി മത്സ്യങ്ങളെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മണിക്കൂറുകളോളം കുളങ്ങളിലും നദികളിലും മത്സ്യങ്ങളെ വേട്ടയാടുന്ന ഈ പക്ഷിയെ കേരളത്തിൽ നീർക്കാക്ക എന്നാണ് വിളിക്കുന്നത്. പലരും ഇതിനെ സാധാരണ കാക്കയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നീർക്കാക്കക്ക് കാക്കയുമായി അടുത്ത ബന്ധമില്ല. വെള്ളത്തിൽ ജീവിക്കാൻ അത്ഭുതകരമായി ഇണങ്ങിയ ഒരു ജലപക്ഷിയാണ് ഇത്. ഇന്ന് നീർക്കാക്കയുടെ ജീവിതരീതി, വേട്ടയാടൽ, കുടുംബജീവിതം, പ്രകൃതിയിലെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് വിശദമായി അറിയാം. പ്രിയ സുഹൃത്തുക്കളെ, സെയിൻ വോയിസിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നീർക്കാക്കയെ പരിചയപ്പെടാം. നീർക്കാക്ക ഇംഗ്ലീഷിൽ കോമറന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ കുളങ്ങൾ, നദികൾ, തടാകങ്ങൾ, ബാക്ക് വാട്ടറുകൾ, ഡാമുകൾ, പാടശേഖരങ്ങൾ എന്നിവിടങ്ങളിൽ ഇവയെ സാധാരണയായി കാണാം. ഇവയുടെ ശരീരം കറുപ്പ് അല്ലെങ്കിൽ കടും തവിട്ടുനിറമായിരിക്കും. നീളമുള്ള കഴുത്തും മൂർച്ചയുള്ള കൊക്കും ശക്തമായ കാലുകളും ഇവയുടെ പ്രധാന സവിശേഷതകളാണ്. അത്ഭുതകരമായ വേട്ടക്കാരൻ. നീർക്കാക്കയുടെ പ്രധാന ഭക്ഷണം മത്സ്യങ്ങളാണ്. മറ്റ് പക്ഷികളെപ്പോലെ വെള്ളത്തിന്റെ മുകളിൽ നിന്ന് മത്സ്യം പിടിക്കുകയല്ല ഇവ ചെയ്യുന്നത്. വെള്ളത്തിനടിയിലേക്ക് മുങ്ങി നീന്തിയാണ് ഇരയെ പിടിക്കുന്നത്. ഒരു മിനിറ്റിലധികം വെള്ളത്തിനടിയിൽ കഴിയാൻ ഇവയ്ക്ക് കഴിയും. ശക്തമായ കാലുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലൂടെ അതിവേഗത്തിൽ നീന്തി മത്സ്യങ്ങളെ പിടിക്കുന്നു. ചിറക് വിരിച്ചു നിൽക്കുന്നതെന്തിന്? നീർക്കാക്കയെ കണ്ടിട്ടുള്ളവർക്ക് പരിചിതമായ ഒരു കാഴ്ചയാണ് ചിറകുകൾ വിരിച്ച് മരക്കൊമ്പിൽ നിൽക്കുന്നത്. ഇത് സൂര്യസ്നാനം ചെയ്യാനല്ല. വെള്ളത്തിനടിയിൽ മുങ്ങുമ്പോൾ ചിറകുകൾ നനയുന്നു. പിന്നീട് ചിറകുകൾ വേഗത്തിൽ ഉണങ്ങാനാണ് ഇവ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്നത്. ഇതാണ് നീർക്കാക്കയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിലൊന്ന്. കൂടുകെട്ടലും കുഞ്ഞുങ്ങളും. നീർക്കാക്കകൾ വലിയ മരങ്ങളുടെ മുകളിലാണ് കൂട് നിർമ്മിക്കുന്നത്. ചെറുകൊമ്പുകളും ഇലകളും ഉപയോഗിച്ച് കൂട് ഒരുക്കുന്നു. പെൺപക്ഷി സാധാരണയായി 3 മുതൽ 5 വരെ മുട്ടകൾ ഇടുന്നു. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് മുട്ട വിരിയിക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നത്. പ്രകൃതിയിലെ പങ്ക്. മത്സ്യങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലൂടെ ജലാശയങ്ങളിലെ ജീവസന്തുലിതാവസ്ഥ നിലനിർത്താൻ നീർക്കാക്ക സഹായിക്കുന്നു. ആരോഗ്യകരമായ കുളങ്ങളുടെയും നദികളുടെയും സാന്നിധ്യം അറിയിക്കുന്ന ഒരു സൂചക ജീവി കൂടിയാണ് ഇത്. രസകരമായ വസ്തുതകൾ. ലോകത്ത് ഏകദേശം 40 ഓളം ഇനത്തിലുള്ള നീർക്കാക്കകളുണ്ട്. കൂട്ടമായി വേട്ടയാടുന്ന സ്വഭാവവും ഇവക്കുണ്ട്. വെള്ളത്തിനടിയിൽ കണ്ണുകൾക്ക് വ്യക്തമായി കാണാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. മത്സ്യം മുഴുവനായാണ് വിഴുങ്ങുന്നത്. അപകടം തോന്നിയാൽ അതിവേഗത്തിൽ പറന്ന് രക്ഷപ്പെടും. നീർക്കാക്ക നേരിടുന്ന ഭീഷണികൾ. ജലമലിനീകരണം, അമിത മത്സ്യബന്ധനം, ജലാശയങ്ങൾ നികത്തൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നീർക്കാക്കയുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നു. പ്രകൃതിദത്ത ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഈ മനോഹര പക്ഷിയും സുരക്ഷിതമായി ജീവിക്കുക. വെള്ളത്തിനടിയിലെ മികച്ച വേട്ടക്കാരിൽ ഒരാളാണ് നീർക്കാക്ക. അതിന്റെ നീന്തൽ കഴിവും ക്ഷമയും വേട്ടയാടുന്ന മികവും പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കിട്ടു. ഇത്തരം പക്ഷികളെയും വന്യജീവികളെയും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി സെയിൻ വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. വീണ്ടും കാണാം.